Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സാധാരണ മീൻകറിയിലൊക്കെ ഉപയോഗിക്കാറുള്ള കുടംപുളി ഇല്ലേ, കുടംപുളി എന്നാണ് ഇവിടെ പറയാറുള്ളത്. മലബാർ ടാമറിൻഡ്, പോട്ട് ടാമറിൻഡ് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ കുടംപുളി എങ്ങനെയാണ് നല്ല കറുത്ത നിറത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഒരു പുളിയുണ്ട്, അതിലുണ്ടാകുന്ന കുടംപുളി സാധാരണ ഉണക്കി സൂക്ഷിക്കുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ പുളി എങ്ങനെയാണ് നമുക്ക് ഉണക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വെയിറ്റ് ലോസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ വെയിറ്റ് ലോസിനായിട്ട് ഈ കുടംപുളിയുടെ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ദോഷങ്ങളുള്ളതായിട്ടും കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ നിങ്ങളും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുടംപുളി ഉണക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. ഉണ്ടാകുമ്പോൾ നിറയെ ഉണ്ടാവും. അത് കഴിഞ്ഞത് പെട്ടെന്ന് പഴുത്ത് വീണ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴക്കാലത്തായിരിക്കും ഈ കുടംപുളി സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഉണക്കിയെടുക്കുന്ന ഒരു മെത്തേഡും വേറെയാണ്. അപ്പോൾ ഉണക്കിയെടുക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. വെയിലത്തൊക്കെ ഉണക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് പുകയും കൂടെ കൊള്ളിച്ചാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത് താഴെ വീഴുന്ന പുളിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. പച്ചപ്പുളിയല്ല സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ നല്ല പഴുത്ത പുളിയാണെങ്കിൽ അത് നമ്മൾ ഉണക്കാതെ തന്നെയാണെങ്കിലും അതിൻ്റെ പുറമേയുള്ള ആ തോടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെടുത്ത് മീൻകറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴേക്കും പുളി താനെ കൊഴിഞ്ഞ് താഴെ വീഴും. അപ്പോൾ അതുപോലെ അത് നമുക്ക് പെറുക്കിയെടുക്കാം. പുളി നന്നായിട്ട് പഴുത്ത് താഴെ വീണ് കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ അത് പെറുക്കിയെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് താഴെ കിടന്ന് മഴക്കാലവും കൂടെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ ഇവിടെ സാധാരണ 2 നേരം രാവിലെയും വൈകിട്ടും പെറുക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പുളിയെല്ലാം ആദ്യം പെറുക്കിയെടുത്തതിന് ശേഷം ഇതിൽ മുഴുവൻ മണ്ണുണ്ടാവുമല്ലോ, അപ്പോൾ മണ്ണെല്ലാം നന്നായിട്ട് കഴുകിക്കളയണം. അതിലുള്ള പുറമേയുള്ള പറ്റിയിരിക്കുന്ന മണ്ണും അഴുക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് ആദ്യം തന്നെ കഴുകിക്കളയുക. നമ്മളിത് നന്നായിട്ട് കഴുകാതെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മീൻകറിയെല്ലാം വെക്കാൻ നേരത്ത് പുളി അല്പനേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ വെള്ളം നമ്മൾ കഴുകിയത് കുതിർത്തത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ആ പുളിയുടെ ഗുണങ്ങളും അതിൻ്റെ കൂടെ കുറേയൊക്കെ പോവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് പുളി ഉണക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. പൊട്ടിക്കുമ്പോൾ അതിനുള്ളിൽ കുരു ഉണ്ടാവും. ആ കുരു നമുക്ക് മാറ്റാം. കുരു മാറ്റിയതിന് ശേഷം അതിൻ്റെ നനവെല്ലാം ഒരു തുണി വെച്ച് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും. ഒട്ടും ചീഞ്ഞു പോവില്ല പുളി. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ കഴിവതും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതിലെ ജലാംശം എല്ലാം ഒന്ന് തുടച്ച് കളയുക. അതല്ല നല്ല വെയിലുള്ള സമയമാണെങ്കിൽ, ഇപ്പം മഴക്കാലമല്ലേ, അപ്പം നമുക്ക് വെയിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ തുടച്ച് വെച്ചിട്ട് പുകവെക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെയിലത്തേക്കൊന്ന് വെക്കാം. പുളി പൊട്ടിക്കുമ്പോൾ എടുത്ത കുരുവാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും വയറിന് പറ്റുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് തൊട്ടേ കഴിക്കുന്നതാണ്. ഇത് അല്പം മധുരം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരല്പം ഉപ്പും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. കുരു വിഴുങ്ങിപ്പോരുത്. കുരു വായിലിട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തുപ്പിക്കളയുന്നതായിരിക്കും നല്ലത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വയറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. എനിക്കതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഭയങ്കര ഇഷ്ടമാണ്.
നമ്മൾ പൊട്ടിച്ച് തുടച്ചെടുത്ത പുളി ഉണ്ടല്ലോ, അത് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്തേക്ക് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുകയിട്ട് കൊടുത്ത് അതിന് മേളിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പുകയത്തും വെയിലത്തും മാറി മാറി വെച്ചാണ് ഉണക്കുന്നത്. അപ്പോൾ പുക കൊള്ളിക്കാനായിട്ട് സാധാരണ എന്തെങ്കിലും ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ നെറ്റ് അടിച്ചിട്ട് നെറ്റിന് മേളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ പുക എല്ലാ ഭാഗത്തും പുളിയിൽ കൊള്ളുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അധികം തീയായിട്ട് ഇട്ട് കൊടുക്കരുത്, തീ കത്തിയ ഉടനെ തന്നെ അത് കെടുത്തി പുകയായിട്ട് കൊള്ളിക്കുക. അപ്പം തൊണ്ടോ നമ്മുടെ തേങ്ങയുടെ തൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുകഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ തീ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഓരോ ദിവസത്തെ പുളിയാണ്. ഇതിപ്പോൾ ഒരു ദിവസം മുന്നേ ഉള്ള പുളിയാണ്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് വെച്ച പുളിയാണ്. 2 ദിവസം മുന്നേ വെച്ചിരുന്ന പുളിയാണ്. ഇത് കുറച്ച് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്ക് എടുത്ത് മാറ്റാനും സൗകര്യമായിരിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാതിരിക്കുക. ഓരോ ദിവസത്തെ ഓരോ സെക്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാനും ഉണക്കാനും എല്ലാം സൗകര്യമായിരിക്കും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് പകൽ സമയത്ത് നല്ല വെയിലുള്ളപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കണം. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നമുക്ക് ഇതുപോലെ വെയിൽ പോയി കഴിയുമ്പോഴേക്കും പുകയിട്ട് കൊടുക്കുക. അപ്പോഴാണ് പുളിക്ക് നല്ല കറുത്ത നിറം വരുന്നത്. വെയിൽ മാത്രം കൊള്ളിച്ചു കഴിഞ്ഞാൽ പുളിക്ക് അത്രയും കറുത്ത നിറം വരില്ല. ഇതുപോലെ പുകയും കൂടെ കൊണ്ടു കഴിയുമ്പോഴാണ് പുളി ഒത്തിരി കാലം കേടുകൂടാതെ ഇരിക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല കറുത്ത നിറത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് പുളി കിട്ടണമെങ്കിൽ കുറച്ച് പുകയും അതുപോലെ തന്നെ വെയിലും കൊള്ളിച്ചാണ് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണക്കിയെടുക്കാറുള്ളത്. ഇനി ഏതെങ്കിലും വേറെ മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ പകൽ സമയത്ത് നല്ല വെയിലുണ്ട്, ആ സമയത്ത് ഇതുപോലെ നമ്മൾ ഉണങ്ങുന്നത് എടുത്ത് വെയിലത്ത് വെച്ചും കുറച്ച് ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ വെയിലുള്ള സമയത്ത് എല്ലാ പുളിയെടുത്ത് വെയിലത്ത് വയ്ക്കുക. അതുപോലെ തന്നെ വെയിലില്ലാത്തപ്പോൾ രാവിലെ വൈകിട്ടും പുകയിട്ട് കൊടുക്കുക. ഇങ്ങനെ വെയിലും പുകയും എല്ലാം കൊണ്ട് നന്നായിട്ട് ഉണങ്ങുന്നവരെ പുളി ഉണക്കിയെടുക്കുക. നല്ല കട്ടിയാകുന്നവരെ ഉണക്കിയെടുക്കുക. അപ്പം എത്ര നാൾ വേണേലും പുളി കേടാവാതെ ഇരിക്കും. നല്ല കറുത്ത നിറത്തിലും ഇരിക്കും. നല്ല അത്യാവശ്യം കട്ടിയുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് സോഫ്റ്റായി സൂക്ഷിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ വർഷം ഉണക്കി വെച്ച പുളിയാണ് കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ല പുളിയാണ്, നല്ല ടേസ്റ്റുമാണ് ഇവിടുത്തെ പുളിക്ക്. നല്ല കറിയിലിട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് പുളി മതി, നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു കഷ്ണം പുളി അല്ലെങ്കിൽ മാക്സിമം 2 കഷ്ണം പുളി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടൈപ്പ് പുളിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണക്കി വെക്കുന്ന പുളി വളരെ കാലം കേടാവാതിരിക്കും. ഇതൊന്ന് ഇപ്പോൾ ഒരു ഇച്ചിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് സോഫ്റ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഉപ്പും എണ്ണയും ചേർക്കുമ്പോഴേക്കും അതിന് ഇന്ന അളവൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതിൽ പിടിക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പും എണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അല്ല വെജിറ്റബിൾ ഓയിൽ വേറെ ഏതെങ്കിലും ആണെങ്കിലും ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുക. അതിന് ശേഷം ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റായി വരും. ആ പുളിയുടെ കട്ടിയെല്ലാം മാറി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ വെക്കണം എന്നുള്ളവർക്ക്, സോഫ്റ്റായിട്ടിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഈ ഉപ്പും എണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇവിടെ സാധാരണ ഉപ്പ് എണ്ണയൊന്നും മിക്സ് ചെയ്യാതാണ് വെക്കാറുള്ളത്. വർഷങ്ങളോളം ഇരുന്നാലും കേടാവാറില്ല. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന പുളി സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പും എണ്ണയും മിക്സ് ചെയ്ത് വെച്ചാൽ കുറേ നാൾ സോഫ്റ്റായിട്ട് കേടാവാതിരിക്കും. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊന്നും ഇട്ട് സൂക്ഷിക്കരുത്. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും അതൊക്കെ പാത്രങ്ങളും കേടാവാൻ സാധ്യതയുണ്ട്. പുളിയായിട്ട് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങളിലൊന്നും ഇടരുത്. ഇതുപോലുള്ള ഗ്ലാസ് ജാറുകളിലോ അല്ലെങ്കിൽ ഭരണികളിലോ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ കാലങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സാധാരണ പുളി സൂക്ഷിച്ച് വെക്കാറുള്ളത്. നന്നായിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കറുത്ത നിറത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി നമുക്ക് കിട്ടും.
അപ്പോൾ മീൻ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ അറിവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.